സൗദി അറേബ്യയുടെ ദേശീയ വിമാന കമ്പനിയായ സൗദിയ വിമാനങ്ങളിൽ പൈലറ്റായി നിയമിക്കുന്നതിന് വനിതകളെ വിദേശ രാജ്യങ്ങളിൽ പരിശീലിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ജോലി ഉറപ്പു നൽകുന്ന വിദേശ വിദ്യാഭ്യാസ പദ്ധതി പ്രകാരമാണ് സ്വദേശി വനിതകൾക്ക് പരിശീലനം നൽകുക. 30 സ്വദേശി വനിതകളെയാണ് പൈലറ്റ് പരിശീലനത്തിന് സൗദി എയർലൈൻസ് വിദേശത്തയക്കുന്നത്. ഭരണാധികാരി സൽമാൻ രാജാവ് പ്രഖ്യാപിച്ച വിദേശ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5000 സ്വദേശികൾക്ക് വിദേശ പരിശീലനം നൽകുകയാണ് സൗദി എയർലൈൻസിന്റെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി 758 വിദ്യാർത്ഥികളെ ഉപരിപഠനത്തിന് തിരഞ്ഞെടുത്തു. ഇവർക്ക് പരിശീലനം നൽകുന്നതിനുള്ള കരാർ ഇതിനകം ഒപ്പുവെച്ചതായും സൗദി എയർലൈൻസ് അറിയിച്ചു. സൗദി വനിതകൾ പൈലറ്റായി ജോലിയിൽ പ്രവേശിക്കുന്ന കാലം വിദൂരമല്ല. ഉയർന്ന തസ്തികകളിൽ സ്വദേശികളെ നിയമിക്കുകയാണ് ലക്ഷ്യം. ഇതിനുള്ള പരിശീലന പരിപാടികളാണ് സൗദിയ തുടങ്ങിയിരിക്കുന്നതെന്നും എയർലൈൻസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. സയൻസ്, ഗണിതം, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ ബിരുദധാരികളായ സ്വദേശി വനിതകളെയാണ് പരിശീലനത്തിന് തിരഞ്ഞെടുക്കുന്നത്. ഏറ്റവും മികച്ച വിമാനങ്ങളാണ് സൗദി എയർലൈൻസ് സർവീസിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വദേശി വനിതകൾക്ക് അവസരം പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നും അധികൃതർ വ്യക്തമാക്കി. സൗദിയിലെ പ്രഥമ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റ് ഹനാദി സക്കരിയ അൽ ഹിന്ദിയാണ്. 2005 ജോർദാനിലെ മിഡിൽ ഈസ്റ്റ് കൊമേഴ്ഷ്യൽ ഏവിയേഷൻ അക്കാദമിയിൽ നിന്നാണ് ഇവർ പരിശീലനം നേടിയത്. കിങ്ഡം ഹോൾഡിംഗ് കമ്പനി മേധാവി പ്രിൻസ് വലീദ് ബിൻ തലാലിന്റെ സ്വകാര്യ വിമാനത്തിലെ പൈലറ്റാണ് ഹനാദി. മാതൃഭൂമി ന്യൂസ്, റിയാദ്. ബഹ്റൈനിൽ പ്രവാസികൾക്കായി 2 തരം ഫ്ലെക്സിബിൾ വർക്ക് പെർമിറ്റുകൾ അനുവദിക്കുന്നതായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു. അനധികൃത തൊഴിലാളികൾക്ക് നിയമവിധേയമായി ബഹ്റൈനിൽ തങ്ങാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്. അനധികൃത തൊഴിലാളികൾക്ക് നിയമവിധേയമായി ബഹ്റൈനിൽ താമസിക്കുന്നതിന് സഹായകമാകുന്ന തരത്തിൽ 2 തരത്തിലുള്ള ഫ്ലെക്സിബിൾ വർക്ക് പെർമിറ്റുകൾ വിതരണം ചെയ്തു തുടങ്ങുമെന്ന് ബഹ്റൈൻ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു. പ്രതിമാസം 2000 ഫ്ലെക്സി വർക്ക് പെർമിറ്റുകളും ഹോസ്പിറ്റാലിറ്റി വർക്ക് പെർമിറ്റുകളുമാണ് അനുവദിക്കുന്നത്. 2 വർഷത്തേക്കാണ് ഇത് അനുവദിക്കുന്നത്. റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ, സലൂണുകൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രത്യേക മെഡിക്കൽ ടെസ്റ്റിന് വിധേയരാകേണ്ടവർക്കാണ് ഫ്ലെക്സി വർക്ക് പെർമിറ്റ് അനുവദിക്കുന്നത്. ഫ്ലെക്സി പദ്ധതിക്കുള്ളിൽ വരുന്നവർക്ക് പ്രത്യേക കാർഡ് അനുവദിക്കും. ഇതിൽ തൊഴിലാളികളുടെ ഫോട്ടോ, ഏതുതരം പെർമിറ്റ്, അതിന്റെ കാലാവധി തുടങ്ങിയ കാര്യങ്ങൾ രേഖപ്പെടുത്തും. പുതിയ കണക്കനുസരിച്ച് ബഹ്റൈനിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹം ഇന്ത്യക്കാരാണ്. 3,13,000 ഇന്ത്യക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. ഇതിൽ 2,19,000 പേർ തൊഴിലാളികളും 66,000 പേർ വീട്ടുജോലിക്കാരും 2,500 പേർ നിക്ഷേപകരും 63,000 പേർ ആശ്രിത വിസക്കാരുമാണ്. പ്രവാസികളെ ചൂഷണത്തിൽ നിന്നും മനുഷ്യക്കടത്തിൽ നിന്നും സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളുന്നത്. മാതൃഭൂമി ന്യൂസ്, ബഹ്റൈൻ. യാചകരോട് അനുകമ്പ കാണിക്കേണ്ട ആവശ്യമില്ലെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം വക്താവ് മേജർ ജനറൽ മൻസൂർ അൽ തുർക്കി പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. സാമൂഹിക സുരക്ഷയ്ക്കും ദേശീയ സമ്പദ്ഘടനയ്ക്കും യാചകർ ഭീഷണിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ദാനധർമ്മങ്ങൾക്ക് ഏറെ പുണ്യമുള്ള റമദാനിൽ വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ തെരുവിലിറങ്ങുന്ന യാചകരോട് യാതൊരു അനുകമ്പയും ആവശ്യമില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം വക്താവ് മേജർ ജനറൽ മൻസൂർ അൽ തുർക്കി പറഞ്ഞു. റിയാദ് പോലീസും യാചനവിരുദ്ധ സമിതിയും സംയുക്തമായി നടത്തിയ പരിശോധനകളിൽ 3 ദിവസത്തിനിടെ 255 യാചകർ പിടിയിലായതായും അദ്ദേഹം പറഞ്ഞു. 56 പുരുഷന്മാരും 124 സ്ത്രീകളും 75 കുട്ടികളുമാണ് പിടിയിലായത്. പിടിയിലായവരിൽ സ്വദേശികളും വിദേശികളും ഉൾപ്പെടും. യാചകരെ തെരുവുകളിലെത്തിക്കുന്ന മാഫിയകൾ സജീവമാണ്. വിശ്വാസികൾ അനുകമ്പയോടെ യാചകർക്ക് നൽകുന്ന സാമ്പത്തിക സഹായത്തിന്റെ മുഖ്യ പങ്കും മാഫിയകളുടെ കരങ്ങളിലാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ യാചകരെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിലോ യാചനവിരുദ്ധ വിഭാഗത്തെയോ അറിയിക്കണമെന്നും മൻസൂർ അൽ തുർക്കി ആവശ്യപ്പെട്ടു. ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും യാചകരുടെ വിവരം നൽകാൻ അവസരമുണ്ട്. വിദേശികളായ യാചകരിൽ ബഹുഭൂരിപക്ഷവും ഇഖാമ നിയമലംഘകരാണ്. യാചകരെ പിടികൂടുന്നതിന് റമദാനിൽ ശക്തമായ പരിശോധന തുടരുമെന്നും മൻസൂർ അൽ തുർക്കി പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, റിയാദ്. സൗദി അറേബ്യയിൽ സ്വദേശിവൽക്കരണം ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കുന്നതിനിടെ തൊഴിൽ നഷ്ടപ്പെടുന്ന സ്വദേശികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് റിപ്പോർട്ട്. സ്വകാര്യ മേഖലയിൽ 3 മാസത്തിനിടെ 12,000 സ്വദേശി പൗരന്മാർക്ക് തൊഴിൽ നഷ്ടമായതായി ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസ് വ്യക്തമാക്കി. ഈ വർഷം ആദ്യ 3 മാസങ്ങളിൽ സ്വകാര്യ മേഖലയിൽ 12,703 സ്വദേശികൾക്കും 72,854 വിദേശികൾക്കും തൊഴിൽ നഷ്ടപ്പെട്ടു.
മാർച്ച് അവസാനത്തെ കണക്കുകൾ പ്രകാരം 16.66 ലക്ഷം സ്വദേശി ജീവനക്കാരാണ് ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം അവസാനം ഇത് 16.79 ലക്ഷമായിരുന്നു. സ്വകാര്യ മേഖലയിൽ വനിതാ ജീവനക്കാരെ നിയമിക്കുന്നതിന് നിരവധി പ്രോത്സാഹന പദ്ധതികൾ തൊഴിൽ സാമൂഹിക വികസനകാര്യ മന്ത്രാലയവും മാനവശേഷി വികസന നിധിയും നടപ്പിലാക്കുന്നുണ്ട്. എന്നാൽ വനിതാ ജീവനക്കാരുടെ എണ്ണം 3 മാസത്തിനിടെ 3000 പേരുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം 5.05 ലക്ഷം സ്വദേശി വനിതകൾ ജോലി ചെയ്തിരുന്നു. ഈ വർഷം അത് 5.02 ലക്ഷമായി കുറഞ്ഞു. സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ 10.3 ദശലക്ഷം തൊഴിലാളികളാണ് ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്വകാര്യ മേഖലയിലെ വിദേശികളുടെ എണ്ണം 3 മാസത്തിനിടെ 85.13 ലക്ഷത്തിൽ നിന്നും 84.4 ആയി കുറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് വൻകിട പദ്ധതികൾ നിർത്തിവെച്ചതും ആഗോള എണ്ണ വിപണിയിലെ തകർച്ചയുമാണ് സ്വകാര്യ മേഖലയിലെ തൊഴിൽ നഷ്ടത്തിന് കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മാതൃഭൂമി ന്യൂസ്, റിയാദ്. സൗദി അറേബ്യയിലെ വിദേശികൾ അയക്കുന്ന പണത്തിൽ കുറവ് രേഖപ്പെടുത്തിയതായി സൗദി അറേബ്യൻ മോണിറ്ററി ഏജൻസി അറിയിച്ചു. ഏപ്രിൽ മാസം ബാങ്കുകൾ വഴി 1240 കോടി റിയാലാണ് അയച്ചത്. എന്നാൽ മാർച്ച് മാസത്തെ അപേക്ഷിച്ച് ഇത് 11% കുറവാണെന്നും മോണിറ്ററി ഏജൻസി വ്യക്തമാക്കി. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് റെമിറ്റൻസ് സെന്ററുകൾ, ബാങ്കുകൾ എന്നിവ വഴി വിദേശ തൊഴിലാളികൾ കഴിഞ്ഞ മാസം അയച്ചത് 1140 കോടി റിയാലാണ്. എന്നാൽ മാർച്ച് മാസം ഇത് 1270 കോടി റിയാലായിരുന്നു. ഏപ്രിൽ മാസം 130 കോടി റിയാൽ കുറവ് രേഖപ്പെടുത്തിയതായും സൗദി അറേബ്യൻ മോണിറ്ററി ഏജൻസി വ്യക്തമാക്കി. 2016 ഏപ്രിൽ മാസം വിദേശികൾ 1190 കോടി റിയാൽ ബാങ്കുകൾ വഴി പണം അയച്ചിരുന്നു. സ്വദേശി പൗരന്മാർ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഈ വർഷം ഏപ്രിൽ മാസം 500 കോടി റിയാൽ മാത്രമാണ് വിദേശങ്ങളിലേക്ക് അയച്ചത്. വാർഷികാടിസ്ഥാനത്തിൽ വിദേശികളുടെ റെമിറ്റൻസിൽ 22% കുറവും രേഖപ്പെടുത്തി. അതേസമയം തുടർച്ചയായി 15ാമത്തെ മാസമാണ് സ്വദേശികൾ വിദേശങ്ങളിലേക്ക് അയക്കുന്ന പണത്തിൽ കുറവ് രേഖപ്പെടുത്തുന്നത്. സൗദിയിൽ തുടർച്ചയായി വിദേശികൾ അയക്കുന്ന പണത്തിൽ 11 വർഷം വർധനവ് രേഖപ്പെടുത്തിയ ശേഷമാണ് കഴിഞ്ഞ വർഷം റെമിറ്റൻസിൽ കുറവുണ്ടായത്. ഈ വർഷം ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ വിദേശികൾ അയക്കുന്ന പണത്തിൽ തുടർച്ചയായി കുറവ് രേഖപ്പെടുത്തിയതായും സാമ വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, റിയാദ്. ലോകത്തെ ഏറ്റവും വലിയ പുസ്തകം അബുദാബിയിൽ പ്രദർശനത്തിനെത്തി. 1500 കിലോഗ്രാം ഭാരമുള്ള 5 ഗിന്നസ് റെക്കോർഡുകൾ സ്വന്തമാക്കിയ ഈ പുസ്തകം അബുദാബി അൽ വഹദ മാളിന്റെ മുഖ്യ പ്രവേശന കവാടത്തിലാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما أبدا على حبيبك. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഉപദേശങ്ങൾ അടങ്ങിയ ഇതാകുന്നു മുഹമ്മദ് എന്ന പുസ്തകമാണ് റംസാൻ മാസം മുഴുവൻ ഇവിടെ പ്രദർശിപ്പിക്കുക. 5 മീറ്റർ നീളവും 86 മീറ്റർ വീതിയുമുള്ള പുസ്തകത്തിൽ 431 പേജുകളാണുള്ളത്. പുസ്തകത്തിന്റെ വലിപ്പം, നീളം, വീതി, ഭാരം, വില എന്നിവയുടെ അടിസ്ഥാനത്തിൽ 5 ഗിന്നസ് റെക്കോർഡുകളാണ് ഇതിനോടകം സ്വന്തമാക്കിയത്. അറബി ഭാഷയിൽ രചിക്കുകയും പിന്നീട് ഇറ്റാലിയൻ, ഡാനിഷ് ഉൾപ്പെടെ 4ഓളം ഭാഷകളിലേക്ക് വിവർത്തനവും ചെയ്തിട്ടുണ്ട് ഈ പുസ്തകം. അപ്പോൾ നോമ്പൊക്കെ തുറന്നിങ്ങനെ ജസ്റ്റ് അൽവാദയിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളിലെ വലിയൊരു ബുക്സ് ഇവിടെ ഉണ്ട്, പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ കാണാൻ വന്നതാണ്. കണ്ടപ്പോൾ അത്ഭുതം തോന്നുന്നു, ഇത്രയും വലിയൊരു ബുക്ക് കണ്ടപ്പോൾ. അബ്ദുൽ അസീസ് അൽ മുസ്ലിഹ് രചിച്ച ഈ പുസ്തകത്തിന് ഇതിനോടകം 22 അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും ലഭിച്ചു. 9 മാസം കൊണ്ട് നിർമ്മിച്ച പുസ്തകത്തിന് 1 കോടിയിലധികം ദിർഹം ചിലവായതായും കണക്കാക്കുന്നു. മാൾ സന്ദർശനത്തിനെത്തുന്നവർക്ക് പ്രവാചക വചനങ്ങൾ പകർന്നു നൽകുകയാണ് പ്രദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. മാതൃഭൂമി ന്യൂസ്, അബുദാബി. ലോകത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളായ ദുബായ് മാളിൽ ഹിജ്റ 9 എന്ന പേരിൽ റമദാൻ പ്രദർശനത്തിന് തുടക്കമായി. മാളിലെ 9 കേന്ദ്രങ്ങളിൽ റമദാൻ മുഴുവൻ പരിപാടികൾ നീണ്ടു നിൽക്കും. റമദാൻ ഹിജ്റ വർഷത്തിലെ 9ാമത്തെ മാസമാണ്. ഇസ്ലാമിക സംസ്കാരത്തിന്റെ 9 സ്തംഭങ്ങളെ പരിചയപ്പെടുത്താൻ 9 ഇടങ്ങളാണ് ദുബായ് മോൾ സജ്ജമാക്കിയിട്ടുള്ളത്. അറിവ്, സാഹിത്യം, വസ്ത്രം, ശാസ്ത്രം, ചലച്ചിത്രം തുടങ്ങിയ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് 9 സോണുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഹിജ്റ 9 എന്നാണ് പ്രദർശനത്തിന്റെ പേര്. സാഹിത്യത്തിന്റെ സോണിൽ വിവിധ ഇസ്ലാമിക പുസ്തകങ്ങൾ പരിചയപ്പെടാം. സൗണ്ട് ബൂത്തിൽ കയറി റമദാൻ അനുഭവങ്ങൾ റെക്കോർഡ് ചെയ്ത് പങ്കുവയ്ക്കാനും അവസരമൊരുക്കുന്നു.
കാലിഗ്രാഫി വിദഗ്ധൻ ദിയ അല്ലാമിന്റെ പ്രദർശനവും ഹിജ്റ 9 ഭാഗമാണ്. ശാസ്ത്രമേഖലയിൽ വെർച്വൽ റിയാലിറ്റിയുടെ സഹായത്തോടെ ജ്യോതിശാസ്ത്ര വിസ്മയങ്ങൾ കാണാം. ഫാഷൻ മേഖലയിൽ UAE ഡിസൈനർമാർ രൂപകൽപ്പന ചെയ്ത വസ്ത്രങ്ങളുടെ ചെറു വീഡിയോകൾ കാണാനും പരിചയപ്പെടാനും അവസരമുണ്ട്. സായാഹ്നങ്ങളിൽ ദുബായ് മോളിലെത്തുന്ന കുട്ടികൾക്കായി വിവിധ ശില്പശാലകളും പരിപാടികളും ഹിജ്റ 9 പ്രദർശനത്തിന്റെ ഭാഗമായി സംഘാടകർ ഒരുക്കിയിരിക്കുന്നു. റമദാൻ മാസം മുഴുവൻ ഇസ്ലാമിക സന്ദേശങ്ങൾ ഉയർത്തി ഹിജ്റ 9 പ്രദർശനം തുടരും. മാതൃഭൂമി ന്യൂസ്, ദുബായ്. UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാൻ അതിഥികളായി എത്തിയ മതപണ്ഡിതരെ അബുദാബി കിരീടാവകാശിയും UAE സായുധ സേന ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ജനറൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അൽ ബദീൻ കൊട്ടാരത്തിൽ സ്വീകരിച്ചു. അബ്ദുൽ സമദ് സമദാനിയും ഡോക്ടർ AP അബ്ദുൽ ഹക്കീം ആഹ്രിയുമാണ് ഇത്തവണ കേരളത്തിൽ നിന്നും എത്തിയ പണ്ഡിതർ. പ്രസിഡൻഷ്യൽ കാര്യ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ ഒക്കാഫ് തയ്യാറാക്കുന്ന പരിപാടികളിൽ പ്രഭാഷണം നടത്തുന്നതിനും ക്ലാസ് എടുക്കുന്നതിനുമായാണ് എല്ലാ വർഷവും റമദാനിൽ മതപണ്ഡിതരെ രാജ്യത്തേക്ക് ക്ഷണിക്കുന്നത്. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായിരുന്ന അറക്കലിന് സ്വന്തമായ നിരവധി റംസാൻ വിശേഷങ്ങളുണ്ട്. രാജകുടുംബത്തിന്റെ അധീനതയുള്ള 43 പള്ളികളും അതിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളും പഴയ തലമുറക്കാരുടെ ഓർമ്മയിൽ ഇന്നും നിറം മങ്ങാതെയുണ്ട്. കണ്ണൂർ പട്ടണം കേന്ദ്രീകരിച്ച് നിലനിന്നിരുന്ന അറക്കൽ രാജവംശത്തിന്റെ പ്രത്യേകതകൾ ഏറെ പ്രശസ്തമാണ്. ആദിരാജ ബീബിമാരിലൂടെ നാടുഭരിച്ച സ്ത്രീകൾ അറക്കലിന്റെ പുരോഗമന മുഖമുദ്രയായി ചരിത്രത്തിലുണ്ട്. മതസൗഹാർദ്ദത്തിനടക്കം പ്രശസ്തമായ അറക്കൽ രാജവംശം പ്രജകൾക്കായി 43 പള്ളികൾ നിർമ്മിച്ചു നൽകി. ഇതിൽ ഏറ്റവും പ്രശസ്തമാണ് കണ്ണൂർ സിറ്റി ജുമാ മസ്ജിദ്. ഇതിനൊപ്പം രാജകുടുംബത്തിനായി നിർമ്മിച്ച പുതിയ പള്ളിയും പ്രശസ്തമാണ്. ഇവിടങ്ങളിലെ നോമ്പുതുറയും അറക്കൽ ഭരണാധികാരിയുടെ സക്കാത്ത് ദാനവും മഹനീയമായാണ് വിശ്വാസികൾ കരുതിയിരുന്നത്. പള്ളികളിലെ നിസ്കാരവും നോമ്പുതുറ വിഭവമായ അറക്കൽ പത്തിരിയും പഴയകാല റംസാൻ ഓർമ്മകളിൽ നിറം മങ്ങാതെ ഇന്നും കിടപ്പുണ്ട്. നോമ്പിന് നമ്മൾ നല്ല മൗലൂദെല്ലാം ഉണ്ടാവില്ല, അത് മാസത്തിലല്ലോ അവർ പാപങ്ങൾ വന്ന് ഒരു ഇതൽ ചൊല്ലി അവർക്ക് എല്ലാവർക്കും പാപങ്ങൾക്ക് കൊടുക്കും. റംസാൻ നാളിൽ പ്രജകളെ ഉണർത്താനുള്ള ഉടവബാബമാരുടെ കണ്ണൂരേക്കുള്ള വരവും അറക്കൽ രാജകുടുംബത്തിലൂടെയാണ്. സാംസ്കാരിക രംഗത്തടക്കം സ്വാധീനം ചെലുത്തിയ ഇത്തരം നിരവധി സംഭാവനകൾ കണ്ണൂരിന് സമ്മാനിച്ചതിൽ അറക്കലിനും അതിനു കീഴിലെ റംസാൻ ആഘോഷങ്ങൾക്കും പങ്കുണ്ട്. രാജഭരണം വിട്ട് ജനാധിപത്യത്തിലേക്ക് നാടുമാറിയിട്ടും അറക്കൽ പത്തിരിയും പള്ളിയിലെ റംസാൻ ആഘോഷങ്ങളും വർഷങ്ങൾക്കിപ്പുറവും വിശ്വാസികൾക്കിടയിൽ നിറയുന്നത് അവ ചെലുത്തിയ സ്വാധീനത്തിന്റെ ബലത്തിൽ തന്നെയാണ്. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ. സൗദി അറേബ്യയിലെ പ്രമുഖ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മുൻ അധ്യാപകൻ നടത്തിയ വെടിവയ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു. ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. റിയാദിലെ കിങ്ഡം സ്കൂളിൽ ഇന്ന് ഉച്ചയോടെയാണ് സംഭവം. ഇറാഖ് പൗരനായ മുൻ അധ്യാപകനാണ് തോക്കുമായി സ്കൂളിൽ അതിക്രമിച്ചു കടന്നതെന്ന് കിങ്ഡം സ്കൂൾ CEO എൻജി തൊലാൽ അൽ മൈമാൻ പറഞ്ഞു. സ്വദേശി അധ്യാപകനും സ്കൂൾ പ്രിൻസിപ്പലായ ഫലസ്തീൻ പൗരനുമാണ് കൊല്ലപ്പെട്ടത്. സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യയായ ദമാമിൽ കനത്ത പൊടിക്കാറ്റിൽ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടായതായി സിവിൽ ഡിഫൻസ് അറിയിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് ദമാം കിങ്സ് ഫഹദ് എയർപോർട്ടിൽ 2 വിമാനങ്ങൾ തിരിച്ചുവിട്ടു. ജിദ്ദ, ബീഷ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആഭ്യന്തര വിമാന സർവീസുകൾ അൽ ഖസീം, റിയാദ് എന്നിവിടങ്ങളിലേക്ക് തിരിച്ചുവിട്ടു. ശക്തമായ കാറ്റിൽ റോഡിൽ മണൽ കുന്നുകൂടിയതിനെ തുടർന്ന് ദമാം എയർപോർട്ടിലേക്കുള്ള കിങ് ഫഹദ് റോഡ് ട്രാഫിക് ഡയറക്ടറേറ്റ് അടച്ചു. നിരവധി സ്ഥലങ്ങളിൽ വൈദ്യുതി പോസ്റ്റുകളും മരണങ്ങളും താൽക്കാലിക ഷെഡുകളും നിലംപതിച്ചു. ബഹ്റൈനിലെ കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷന്റെ 2017-19 കാലഘട്ടത്തിലേക്കുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ സ്ഥാനാരോഹണ ചടങ്ങ് ജൂൺ 2 വെള്ളിയാഴ്ച വൈകിട്ട് 6:30 മുതൽ ബഹ്റൈൻ കേരള സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ വെച്ച് നടത്തുന്നു. നടൻ ജഗദീഷ് ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ സാമൂഹിക സേവന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ബഹ്റൈനിലെ പ്രമുഖ ബിസിനസ്സുകാരനും വിദ്യാഭ്യാസ വിദഗ്ധനും ഭാരതീയ വിദ്യാഭവൻ ചെയർമാനുമായ ഡോക്ടർ KS മേനോനെ ആദരിക്കും. കലാ, സാഹിത്യ, സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാറ്റുകൂട്ടി സാമൂഹ്യ സേവനം ലക്ഷ്യമാക്കുന്ന പ്രവർത്തനം പുതിയ കമ്മിറ്റി നടത്തിപ്പിൽ വരുത്തുമെന്ന് അസോസിയേഷന്റെ പ്രസിഡന്റ് പമ്പ വാസൻ നായർ അറിയിച്ചു. പണമിടപാടുകൾക്കായി ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകൾ, പ്രീപെയ്ഡ് കാർഡുകൾ തുടങ്ങിയവ 2 തവണ സ്വൈപ്പ് ചെയ്യുന്നതിന് സെൻട്രൽ ബാങ്ക് ഓഫ് ബഹ്റൈൻ നിരോധനം. ജൂൺ 15 മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. കച്ചവട സ്ഥാപനങ്ങൾ ഉപഭോക്താക്കളിൽ നിന്ന് കാർഡ് വാങ്ങി 2 തവണ സ്വൈപ്പ് ചെയ്യാറുണ്ട്. ഇതിലൂടെ കാർഡ് ഹോൾഡറുടെ സെക്യൂരിറ്റി കോഡ് അടക്കമുള്ള വ്യക്തിപരമായ വിവരങ്ങൾ അറിയാൻ സാധിക്കും. പോയിന്റ് ഓഫ് സെയിൽ, ക്യാഷ് രജിസ്ട്രേഷൻ എന്നിങ്ങനെ 2 പ്രാവശ്യം കാർഡ് സ്വൈപ്പ് ചെയ്യുന്നത് സുരക്ഷിതമല്ലാത്തതിനാൽ കാർഡ് ഹോൾഡറുടെ വിവരങ്ങൾ സംരക്ഷിക്കുകയും അതുവഴി മോഷണത്തിനും തട്ടിപ്പിനുമുള്ള സാധ്യത കുറയ്ക്കുകയുമാണ് CBB ലക്ഷ്യമിടുന്നത്. ബഹ്റൈനിൽ അൽ റഷീദ് ആൻഡ് ഹെവാർഡ്സ് ഗ്രൂപ്പ് തൊഴിലാളികൾക്കായി സംഘടിപ്പിച്ച കലാകായിക മത്സരങ്ങളുടെ സമ്മാനദാനവും കുടുംബ സംഗമവും അദിലിയ കാൾട്ടൺ
ഹോട്ടലിൽ വെച്ച് നടന്നു. ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ അനീഷ് KV അധ്യക്ഷത വഹിച്ചു. തൊഴിലാളികളെ കുടുംബാംഗങ്ങളെ പോലെ കാണുന്ന കമ്പനികൾ എന്നും പുരോഗതിയിലേക്ക് നയിക്കപ്പെടുമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ പത്മകുമാർ പറഞ്ഞു. ജേക്കബ് B, വർഗീസ് ബെന്യാമൻ, നൂർ അഹമ്മദ്, ഖലീൽ ഇബ്രാഹിം, അൽ റുഷി തുടങ്ങിയവർ വിജയികൾക്ക് മൊമെന്റോ കൈമാറി. അതോടൊപ്പം വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇന്ത്യൻ സ്കൂൾ ബഹ്റൈൻ ഈസ ടൗൺ ക്യാമ്പസിൽ നടന്ന അക്കാദമിക് അവാർഡ് ദാന ചടങ്ങിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. 2016-17 അധ്യയന വർഷത്തിലെ 4-5 ക്ലാസുകളിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. ഇടവേള.